ഈ വലിയ ലോകത്തിലെ വെറും ചെറിയ ജീവികളായ നമ്മുടെ സ്നേഹ നിസ്സഹായതകളുടെ വാടാത്ത പൂവുകൾ വഴിയരികിലെ ഈ വേലിച്ചോട്ടിൽ കിടക്കട്ടെ. വർണ്ണ ഭംഗിയില്ല, മരന്ത മധുരമില്ല, സുഗന്ധ സൗന്ദര്യമില്ല. മറ്റാരും ഇത് കണ്ടറിയുകയില്ല, തിരിഞ്ഞു നോക്കുകയില്ല. എന്നാലും ഇവയും പൂവുകളായിരുന്നുവെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുമല്ലോ. ഇതിലുമേറെ ഭാവങ്ങളോടെ മറ്റൊരു എഴുത്തുകാരനും തന്റെ നഷ്ടപ്രണയത്തെ വർണ്ണിക്കുമെന്ന് തോന്നുന്നില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയെക്കുറിച്ച് എൻ മോഹൻ എഴുതിയ പുസ്തകമാണ് ഒരിക്കൽ. തന്റെ കലാലയ ജീവിത കാലഘട്ടങ്ങളിൽ ഒരു വാഗമരത്തിന്റെ ചുവട്ടിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയുടെ പിൻബലത്തിൽ ഉടലെടുത്ത പ്രണയം പിന്നീട് ജാതിയുടെയും പണത്തിന്റെയും കൈമോശത്താൽ നഷ്ടപ്പെടുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ പെൺകുട്ടിയെ ഒരു ആശുപത്രി കിടക്കയിൽ മറ്റൊരാളുടെ ഭാര്യയായി കാണേണ്ടി വരുന്നതാണ് കഥാപശ്ചാത്തലം. ഇതേ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ അവസാന താളുകളിൽ നടത്തുന്ന ഒരു ക്ഷമാപണമുണ്ട്. തന്റെ യൗവനാരംഭത്തിന്റെ സ്വപ്നങ്ങളിൽ രോമാഞ്ചമായി വന്നു നിന്ന പെൺകുട്ടി, നീ യാദൃശ്ചികമായി ഇത് വായിച്ച് സ്വയം തിരിച്ചറിയുകയാണെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ പെൺകുട്ടി ഞാൻ ഓർത്തു പോവുകയാണ്. നന്ദിയിൽ പൊതിഞ്ഞല്ലാതെ ഞാൻ എങ്ങനെയാണ് നിന്നെ യാത്ര അയക്കേണ്ടത്? കാരണം നീ പാകിയ വിത്തുകളൊന്നും വെറുതെ ആയില്ല. അവ മുളപൊട്ടിയുയർന്ന് എൻ്റെ ഉള്ളിൽ ഒരു കാട് തീർക്കുന്നു.